അല്പസമയം കൂടെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വേദഭാഗം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. മതി. പ്രൈസലോ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ക്രിസ്മോനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ചിന്ത നമുക്ക് കേൾക്കുവാൻ ഇടവന്നു. അവിടെ ഗ്രേസ്മോൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കൾക്ക് ലഭിക്കുവാൻ ഇടവന്നു. സ്തോത്രം. ഇനി നമ്മുടെ മുമ്പോട്ടുള്ള ആത്മീയ ജീവിതത്തിനകത്ത് ശത്രുവായവൻ പ്രലോഭനങ്ങൾ കൊണ്ടുവരാം. എന്നാൽ ആത്മാവിൻ്റെ സഹായത്തോടെ ആ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രക്ഷയുടെ പൂർത്തീകരണം പ്രാപിക്കുവാൻ കഴിയും. പ്രൈസലോ. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ വിശ്വസിച്ച ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുകയാണ്. പ്രൈസലോ. ഇനി നമ്മൾ ഈ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടണം. ആമേൻ. അതുമാത്രമല്ല, പാപത്തിൻ്റെ സ്വാധീനതയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടണം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെടുക. അത് വർത്തമാന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ജഡത്തിൻ്റെ പ്രലോഭനങ്ങളെ മരിപ്പിച്ചുകൊണ്ട് ആമേ പ്രൈസൽ മുന്നോട്ട് ജീവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവ പൈതലിനാണ് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നത്. ആമേ പ്രൈസലോ. കർത്താവിൻ്റെ വരവെങ്കിലാണ് പാപത്തിൻ്റെ സ്വാധീനമുള്ള ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ആമേ വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം ആമേൻ ഓർമ്മപ്പെടുത്തുകയും. അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതത്തിനകത്ത് വളരെ പ്രാധാന്യതയുള്ള ഒരു വിഷയമാണ് പ്രൈസലോ സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളത്. പ്രൈസലോ. ആത്മീയ യുദ്ധം അല്ലെങ്കിൽ ആത്മീയ മല്ലയുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ കഴിയും. പ്രൈസലോ. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. ഹല്ലേലൂയ. ആ വേദഭാഗത്തിലേക്ക് അധികം ആമേൻ ഹല്ലേലൂയ കടന്നു പോകുവാൻ അല്ല ആഗ്രഹിക്കുന്നത്. അവസാനം നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്കാണ് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസലോ. ആമേൻ. നമുക്കറിയാം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. പ്രൈസലോ. ആത്മീയ യുദ്ധം നമ്മൾ ചെയ്യുന്നത് ആരോടാണ്? ജഡരക്തങ്ങളോടല്ല, മറിച്ച് ആമേൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമേൻ. യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ആമേൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എന്ത് ചെയ്യണം? എതിർത്ത് നിന്നാണ് പോരാടേണ്ടത്. പ്രൈസലോ. ഹല്ലേലൂയ. വളരെ വ്യക്തമായി വചനം പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് ആമേൻ നമ്മൾ പോരാടണം. പ്രൈസലോ. ആരോട് പോരാടരുത്? ജഡരക്തങ്ങളോട് പോരാടരുത്. എഫേസ്യ ലേഖനത്തിൽ തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിനകത്ത് പഠിപ്പിക്കുന്നുണ്ട് ആരാ ഈ ജഡരക്തങ്ങൾ. പ്രൈസലോ. ഹല്ലേലൂയ. ജഡരക്തം എന്ന് പറഞ്ഞാൽ മനുഷ്യര്. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവ്. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. അപ്പന് മകന്. പ്രൈസലോ. യജമാനന് ദാസന്. പ്രൈസലോ. എവിടെ പോരാടരുതെന്നാ പറയുന്നത്? ആമേ പ്രൈസലോ. ഭർത്താവ് ഭാര്യയോടല്ല പോരാടേണ്ടത്, ഭാര്യ ഭർത്താവിനോടല്ല പോരാടേണ്ടത്. പ്രൈസലോ. ആമേൻ. അപ്പൻ മകനോടല്ല പോരാടേണ്ടത്, മകൻ അപ്പനോടല്ല പോരാടേണ്ടത്. പ്രൈസലോ. യജമാനൻ ദാസനോടല്ല, ദാസൻ യജമാനനോടല്ല പോരാടേണ്ടത്. ജഡരക്ത
തന്ത്രങ്ങളോടുള്ള പോരാട്ടമല്ല ദൈവവചനം പറയുന്നത്, മറിച്ച് നമ്മൾ പോരാടേണ്ടത് പിശാചിന്റെ തന്ത്രങ്ങളോടാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. ആമേൻ. നമ്മുടെ ആത്മാവിന്റെ രക്ഷ സംഭവിച്ചിരിക്കുന്നു, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ, നമ്മുടെ ദേഹിയുടെ രക്ഷ, ഹല്ലേലൂയ, വർത്തമാന കാലഘട്ടത്തിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഈ ദേഹിയിൽ പല പ്രലോഭനങ്ങൾ കടന്നു വരാം. പിശാച് അവന്റെ തന്ത്രങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരാം. എന്നാൽ തന്ത്രങ്ങളെ അറിവില്ലാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും? ആ പിശാചിന്റെ തന്ത്രങ്ങളിൽ വീണുപോയി നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ക്ഷീണം സംഭവിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം ഏറ്റവും വ്യക്തമായി അനുഭവിച്ച ഒരു കുടുംബമായിരുന്നു ആദാമിന്റെയും ഹവ്വായുടെയും കുടുംബം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അനുഭവിക്കുന്നതാ. എന്നാൽ ലിറ്ററലായിട്ട് ദൈവ സാന്നിധ്യം എല്ലാ ദിവസവും അനുഭവിച്ച ഒരു കുടുംബമായിരുന്നു ആദാമിന്റെയും ഹവ്വായുടെയും കുടുംബം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെയും ആരെത്തി? പിശാചെത്തി. ആമേ പാമ്പിന്റെ രൂപത്തിലെത്തി. ആമേ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കുവാൻ ആമേ പ്രേരിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ മരുഭൂമിയിലേക്ക് കടന്നുപോയി ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോ ആമേ പിശാച് എന്ത് ചെയ്തു? ആമേ പരീക്ഷിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേ പൗലോസ് ആമേ വളരെയധികം വേദനപ്പെടുന്ന ഒരു വിഷയമുണ്ട്. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിവാഹ നിശ്ചയം നടക്കുന്നല്ല, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ആത്മമണവാട്ടിയായി ആത്മമണവാളനായി ക്രിസ്തുവുമായിട്ട് ഒരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതിനുശേഷം അവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, വിവാഹ നിശ്ചയത്തിന് ശേഷവും ക്രിസ്തുവുമായിട്ടുള്ള ഏകാഗ്രത വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? പ്രലോഭനവുമായിട്ട് തന്ത്രങ്ങളുമായിട്ട് പിശാച് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. പിശാച് കൊണ്ടുവരുന്ന ഒറ്റ തന്ത്രം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം അതിന്റെ 14-15 വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 11-ന്റെ 14-15. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. സ്തോത്രം. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാര് നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാല് അതിശയമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ ആത്മീയ അർത്ഥം മനസ്സിലായോ ദൈവമക്കളെ? നീതിയുടെ ശുശ്രൂഷ ചെയ്യുന്നവരുടെ വേഷം ധരിച്ചുകൊണ്ട് സാത്താന്റെ ഹല്ലേലൂയ ദൂതന്മാര് ആമെ കടന്നു വന്നാൽ അതിശയിക്കേണ്ടെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ സാത്താൻ നമ്മളോട് പോരാടുമ്പോൾ എങ്ങനെയാ പോരാടുന്നത്? അവൻ തന്ത്രം മെനഞ്ഞ പോരാടുന്നത്. പ്രൈസ്. നമ്മൾ വിചാരിക്കും ഈ സാത്താൻ ഈ 2 കൊമ്പ് വെച്ച് വാല് വെച്ച് വരുന്നവനല്ല സാത്താൻ. പ്രൈസ് ദി ലോർഡ്. അവന് വ്യക്തമായിട്ട് അറിയാം ആമേൻ ഒരു ദൈവ പൈതലിന്റെ ആത്മീയ ജീവിതത്തെ എങ്ങനെയൊക്കെ തകർത്ത് കളയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ എവിടെയൊക്കെ ഒറിജിനൽ ഉണ്ടോ അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതുപോലെ ആമേൻ നീതിയുടെ ശുശ്രൂഷകരുടെ അതേ വേഷം ധരിച്ചുകൊണ്ട് ആമേ സാത്താന്റെ ആമേ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ആത്മീയ ജീവിതം പരാജയപ്പെട്ടു പോകുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായി എന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേ പല നിലകളിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ആമേൻ ഈ കാലഘട്ടത്തിൽ പിശാച് അവന്റെ പ്രവർത്തികളെ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ ആത്മാവിൽ വിവേചിക്കേണ്ടതിനെ വിവേചിക്കുക. ഈ ദിവസങ്ങളിൽ നമുക്കിടവരണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് സംസാരിക്കുകയാ. എല്ലായിടത്തും പോയി സ്തോത്രം പറയരുത്. ഹല്ലേലൂയ.
എല്ലായിടത്തും പോയി തല വെച്ച് കൊടുക്കരുത്. ഹല്ലേലൂയ. എല്ലാവരെയും കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വലിയ തിരിച്ചറിവുണ്ടാകണം. ഇത് ആമേൻ ദൈവത്തിന്റെ ദൂതനാണോ അതോ ഇത് സാത്താന്റെ ദൂതനാണോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, ഈ ആശയം മനസ്സിലാകുന്നവർ ആമേൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ഇടവരണമെന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് സാത്താന്റെ തന്ത്രങ്ങളോടാണ്. എന്തിനാ സാത്താനെ നമ്മൾ ജയിക്കണോ എന്ന് അവിടെ പറയാഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓൾറെഡി ജയിച്ചവരാ. സ്തോത്രം. നമ്മളാരാ? ജയിച്ചവരാ. എങ്ങനെയാ ജയിച്ചത്? സാത്താൻ നമ്മളെ അവന്റെ വഴിയിൽ കൊണ്ടു നടന്നതാ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കയ്യിൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ ഈ ആമെ വടിയോലത്തൊക്കെ ഈ കുരങ്ങിനെ ആമെ പ്രൈസ് ദി ലോർഡ് കൊണ്ട് ആമെ കളിപ്പിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവര് ഈ കയറിൽ കുരങ്ങിനെ കെട്ടിയിട്ട് അവര് പറയുന്ന പോലെ കുരങ്ങിനോട് ചാടാൻ പറയുമ്പോൾ ചാടും, ആമൻ അത് മറിയാൻ പറയുമ്പോൾ മറിയും, ഇതെല്ലാം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ ഈ പിശാച് ഈ സാത്താൻ നമ്മളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഇംഗിതത്തിനനുസരിച്ച് നമ്മൾ ചലിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആമൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ഓരോ ദൈവമക്കളും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മൾ സാത്താനെ ജയിച്ചവരാണ്. ഹല്ലേലൂയ. ഇനി നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ സാത്താന്റെ തന്ത്രങ്ങളെ എന്ത് ചെയ്യണം? എതിർക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഉദാഹരണം പറയാം. പ്രൈസ് ദി ലോർഡ്. ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു ടീം ഒരു 2 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ, ആക്രമണ ശൈലി കളിച്ച് ഒരു 2 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഡിഫെൻഡ് ചെയ്യും. അവരുടെ ഗോൾ പോസ്റ്റിലേക്ക് എതിർ പാർട്ടിയുടെ ഗോൾ വരാതിരിക്കാൻ വേണ്ടി ഡിഫെൻഡ് ചെയ്യുകയേ ചെയ്യത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം മനസ്സിലായോ? അവർ ജയിച്ചു നിൽക്കുകയാ. ഒരു എതിർ ടീമിനേക്കാൾ 2 ഗോൾ മുമ്പിലുള്ളപ്പോൾ ഇനി ആക്രമണ ശൈലിയിൽ പോയി കളിക്കുകയല്ല, അവരുടെ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ വരാതിരിക്കാൻ അവരതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന അത് തന്നെയാ. ശത്രുവായവൻ അവന്റെ പ്രലോഭനങ്ങളുമായിട്ട് അടുത്തു വരും. എന്നാൽ ദൈവകൃപ പ്രാപിച്ച ദൈവജനം ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ സഹായത്തോടെ ആമേ ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് എൻ്റെ വീട്ടിൽ ഈ ശത്രുവിന്റെ ഒരു പ്രവൃത്തിയും കയറരുതെന്ന് ആമേ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എതിർത്ത് നിൽക്കുക. ആമേ ദൈവമക്കളെ, നമുക്ക് ഇടവരണമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിഫെൻഡ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അവനവന്റെ തന്ത്രങ്ങൾ മെനയുമ്പോ പല വേഷത്തിൽ വരാം, പല ആശയങ്ങളുമായിട്ട് വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് ആമേൻ ദൈവത്തിൽ നിന്നുള്ളതാണോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇത് പിശാചിന്റെ തന്ത്രമാണെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ ആ പിശാചിന്റെ തന്ത്രങ്ങളെ, അവന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജയിക്കുക. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമുക്ക് ഇടവരണമെന്ന് ദൈവത്തിന്റെ ആലോചന ഹൃദയമായി നമ്മുടെ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. അപ്പം കർത്താവിന്റെ നാമത്തിൽ നിൽക്കണം, അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം എന്ന് പറയുമ്പോൾ ആമേ പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരു ദിവസം ഇവിടെ വന്നിരുന്നത് കൊണ്ട് ആ ശക്തിപ്പെടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ആമേ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആ ജഡത്തിൻ്റെ ബലഹീനതകളെ അതിജീവിച്ച് പ്രൈസ് ദി ലോർഡ് കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ആമേൻ അകത്തളങ്ങളിൽ ആ ദൈവശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവശക്തിയുള്ള ആമേൻ ദൈവ മക്കൾക്ക് മാത്രമേ ആമേൻ ശത്രുവിൻ്റെ മുമ്പിൽ എതിർത്ത് നിൽക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണം ആമേൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെന്ന് വിചാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു 1 മാസമായി പ്രാർത്ഥിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇരുന്നിട്ട് ഒരു മാസമായി എന്ന് വിചാരിക്കുക. എൻ്റെ മുമ്പിൽ ജയിക്കേണ്ട ഒരു വിഷയം വരുമ്പോൾ
എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റം വിധിക്കാൻ ഇടവരും. ഞാൻ ദൈവസന്നിധി മുട്ടുമടക്കിയാലും കണ്ണുനീര് വരത്തില്ല. പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? ബലഹീനത അകത്തിരിക്കുകയാണ്. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധമില്ല. പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആത്മീയാർത്ഥം മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? ആമെ പിശാച് എന്ന് പറഞ്ഞ പോകുന്ന പിശാച് അല്ല. ഹല്ലേലൂയ. അതങ്ങനെ പോകണമെങ്കിൽ നമ്മൾ അവൻ്റെ നാമം എടുക്കണം. ഹല്ലേലൂയ. അവനെ മുൻനിർത്തിക്കൊണ്ട് അവൻ്റെ ശക്തി ജീവിതത്തിനകത്ത് പ്രാപിച്ചുകൊണ്ട് വേണം ഹല്ലേലൂയ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ നേരിടുവാനെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ എഫെസോസിൽ പൗലോസ് വരുന്നത് അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായത്തിൽ കാണാം. പ്രൈസ് ദി ലോർഡ്. അവിടെ പൗലോസ് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. യഹൂദന്മാരായ ചില മന്ത്രവാദികൾ, പ്രൈസ് ദി ലോർഡ്, അവിടെ സ്കേവ എന്ന് പറയുന്ന ഒരുവൻ്റെ 7 മക്കള് പൗലോസ് പറയുന്ന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ ഭൂതത്തോട് കൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭൂതം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസിനെ അറിയാം, യേശുവിനെ അറിയാം, നിങ്ങൾ ആരാന്ന് പറഞ്ഞിട്ട് ആ ഭൂതങ്ങൾ എന്ത് ചെയ്യുക? അവരുടെ മുകളിലേക്ക് കയറി അവരെ നഗ്നരായിട്ട് ഓടിപ്പോകുന്നത് വചനത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യുവമക്കൾക്ക് ആത്മീയ സത്യം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. പൗലോസ് യേശു കർത്താവിൻ്റെ നാമം എടുക്കുന്നുവെങ്കിൽ പൗലോസിന് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം സജീവമാ, ശക്തിയുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ മന്ത്രവാദികൾ വിചാരിച്ചു ഈ നാമം വെറുതെ എടുത്താലും അത്ഭുതം നടക്കും. ഇല്ല, ഈ നാമം എടുക്കണമെങ്കിൽ കർത്താവുമായിട്ടൊരു കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനയുടെ കൂട്ടായ്മ, പ്രൈസ് ദി ലോർഡ്, ഒരു ഉപവാസത്തിന്റെ കൂട്ടായ്മ, ജഡത്തിന്റെ ബലഹീനതകളെ ഓരോ ദിവസവും മരിപ്പിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അധികാരത്തോടെ നിൽക്കുവാൻ നമുക്ക് ഇടവരത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ. ഈ നാമം വെറുതെ എടുത്താലൊന്നും വിടുതൽ നടക്കത്തില്ല. ഈ നാമം പ്രൈസ് ദി ലോർഡ്. ഈ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാര് ചിലർ പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ നാമം പറഞ്ഞപ്പോൾ അത്ഭുതം നടന്നു, വിടുതൽ നടന്നു നോക്കി അവർ പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ അതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത് ദൈവമക്കളെ? നാമും കർത്താവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും വലിയ പ്രാധാന്യതയുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കർത്താവ് അറിയണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരണം. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് മനസ്സിലാക്കുക, കർത്താവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. ഇന്ന് പകൽക്കാലം ആ കൂട്ടായ്മയിലേക്ക് ദൈവമക്കളെ നമ്മൾ അടുത്തു വരുക, ഇടവരണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിചാരിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, നിശ്ചയം ആ നാമത്തിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ നാമം എടുക്കുന്നതിന് മുമ്പ് അവനുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ ബന്ധമുണ്ടാകണം, അവനുമായിട്ട് ഒരു ആത്മബന്ധമുണ്ടാകണം. ഹല്ലേലൂയ. അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ വചനത്തോട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദയമായി സംസാരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലകളിൽ ശക്തമായി ദൈവത്തിനു വേണ്ടി നിന്ന അനേകർ, പ്രൈസ് ദി ലോർഡ്, ശക്തമായി കൃപാവര ശുശ്രൂഷകൾ ചെയ്ത അനേകർ, സ്തോത്രം, ഇന്ന് വീണുപോയി വിശ്വാസ ഗോളത്തിൽ പോലും ഇല്ല. സ്തോത്രം. എന്താണ് സംഭവിച്ചത്? അവർ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം അടയാളം നടന്നു. അവർക്ക് വീട്ടിൽ കയറാൻ പോലും സമയമില്ല. രാവിലെയും വൈകിട്ടും അടുത്ത ദിവസങ്ങളിൽ മാസങ്ങളിൽ മുഴുവൻ പ്രോഗ്രാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവരെന്ത് ചെയ്യുക? കൃപാവരത്തിൻ്റെ ശുശ്രൂഷകളാണ് ചെയ്തത്, അവർ ദൈവവചനം പ്രസംഗിച്ചത്. പക്ഷെ ഒരു കാര്യം അവർ മറന്നുപോയി, കർത്താവുമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണമെന്നും
വേർപെട്ടിരുന്ന് കർത്താവുമായിട്ട് കുറവുകളെ പരിഹരിച്ച് എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് എന്ത് വീഴ്ചയുണ്ട്, എന്ത് കുറവുണ്ട്, അത് പരിഹരിക്കുവാൻ ആമേൻ ഇടയ്ക്കിടയ്ക്ക് വേർപെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് അവർ മറന്നുപോയി. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ, ആമേൻ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ആ ദൈവസന്നിധിയിലേക്ക് പോയിട്ട് എൻ്റെ ബലഹീനത എന്താ, എൻ്റെ കുറവ് എന്താ, എൻ്റെ വീഴ്ച എന്താ ഒന്ന് മനസ്സിലാക്കി ക്രമീകരിച്ച് മടങ്ങി വരുവാൻ കഴിയുന്നുവെങ്കിൽ ശക്തിയോടെ നിർത്തുക. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് വേർപെട്ടിട്ട് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എവിടെയൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ ശത്രുവിൻ്റെ പ്രലോഭനങ്ങൾ ഞാൻ വീണുപോയിട്ടുണ്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നിലേക്ക് ദൈവകൃപ പകരണമേ, എന്നിലേക്ക് ദൈവശക്തി പകരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ ഒന്ന് സജ്ജമാകുവാൻ ഇന്ന് പകൽക്കാലം ഇടവരുന്നുവെങ്കിൽ ശത്രുവിന്റെ പാളയത്തിന്റെ നടുവിൽ പരാജയപ്പെട്ട് നിൽക്കുവാനല്ല, എല്ലാം അവസാനിച്ചിട്ട് ഉറച്ചു നിൽക്കുവാൻ ദൈവമക്കളെ നമുക്ക് ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളണം. നമുക്കറിയാം, ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവധിക്ക് വീട്ടിൽ വന്നവരൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് അവർക്ക് കോൾ ഉണ്ടായിട്ട് അവർ യുദ്ധകളത്തിലേക്ക് അവർ സജ്ജരായി അവരുടെ യൂണിഫോം ധരിച്ച് അവരുടെ വെപ്പണൊക്കെ എടുത്തുകൊണ്ട് അവർ ധൈര്യത്തോടെ സന്തോഷത്തോടെ, പലരും കരഞ്ഞ്, വീട്ടുകാർ കരഞ്ഞ് യാത്ര അയക്കുമ്പോൾ ആമേൻ ധൈര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന് വേണ്ടി കടന്നു ചെന്ന് യുദ്ധം ചെയ്യുവാൻ നമ്മുടെ സൈനികര് തയ്യാറായി പോയത് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ആത്മീയ ജീവിതത്തിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് യുദ്ധം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം നമ്മൾ ധരിച്ചു കൊള്ളണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച്, പ്രൈസ് ദി ലോർഡ്, ആരൊക്കെ എന്താ കെട്ടിയിരിക്കുന്നത്? സത്യം. ആരാ സത്യം? യേശു കർത്താവ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വിശ്വസിച്ച് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടം കൊണ്ട് തീരുന്നില്ല, നമ്മിൽ നിന്ന് സത്യം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആത്മീയ സന്ദേശം മനസ്സിലായോ? ഞാൻ സത്യത്തിൽ വിശ്വസിച്ചു എന്നത് ശരിയാ, എന്നിൽ ആ സത്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു, പ്രൈസ് ദി ലോർഡ്, എന്ന സത്യമാണ്. എന്നാൽ എന്നിലൂടെ നീതി വെളിപ്പെടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ശത്രുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളിൽ സത്യമില്ലെങ്കിൽ, നമ്മളിൽ നിന്ന് നീതി പ്രവൃത്തി വെളിപ്പെടുന്നില്ലെങ്കിൽ അവൻ നമ്മളെ അപമാനിക്കും, അവൻ നമ്മളെ തകർത്ത് കളയുവാൻ ഇടവരുമെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ച സമയത്ത് നാട്ടിൽ നിന്നൊക്കെ ദൈവദാസന്മാർ നോർത്ത് ഇന്ത്യ പ്രവർത്തനം കാണാൻ വേണ്ടി ആഗ്രഹിച്ചു വരും. ആമേൻ. അവിടെ കടന്നു വരുമ്പോൾ അവിടുത്തെ ശുശ്രൂഷകളൊക്കെ കണ്ടിട്ട് അവർ ഉത്തേജിതരായി തീർന്ന് ഭൂതങ്ങളൊക്കെ ഇളകുമ്പോൾ ആമേൻ ഭൂതങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി തലേ കൈവെക്കും. ചില സാഹചര്യങ്ങളൊക്കെ ഈ ഭൂതങ്ങൾ തിരിച്ച് ഇവരോട് സംസാരിക്കും, ഇവരുടെ കുറവുകളെ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് ചുമ്മാ പറയുന്നതല്ല, അനുഭവത്തിൽ കണ്ടു പറയുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവരുടെ കുറ്റം, നീ ഇന്ന കുറ്റം ചെയ്തിട്ടല്ലേ എന്നെ ആമെ പുറത്താക്കാൻ വരുന്നത് എന്ന് വ്യക്തമായിട്ട് അവർ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. സത്യം ജീവിതത്തിനകത്തില്ലാതെ, ആമേ നീതി ആമേ നമ്മളിൽ നിന്ന് വെളിപ്പെടാതെ ശത്രുവിനോട് എതിർക്കുവാൻ നമുക്ക് ആർക്കും കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സത്യം സംസാരിക്കുന്നവരായി തീരട്ടെ, ആമേ നീതി പ്രവർത്തിക്കുന്നവരായി നമ്മൾ തീരട്ടെ എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ ചെരുപ്പ് എന്നാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഷൂസ് എന്നാ? പ്രൈസ് ദി ലോർഡ്. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള
ഒരുക്കം. പ്രൈസലോ ഹല്ലേലൂയ. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം ചെരുപ്പാക്കി. പ്രൈസലോ ഹല്ലേലൂയ. ഈ ശത്രുവിനോട് എതിർക്കാൻ പോകുമ്പോൾ ഈ സുവിശേഷത്തിന് അവിടെ എന്ന പ്രാധാന്യത എന്ന് നമ്മൾ ചിന്തിക്കും. പ്രൈസലോ ആമേൻ. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എവിടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെ ശത്രു പരാജയപ്പെടുകയാണ്. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, എവിടെ സത്യത്തോടെ നിൽക്കുന്നുവോ, എവിടെ നീതിയോടെ നിൽക്കുന്നുവോ, എവിടെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നുവോ, അവിടെ ശത്രുവിന്റെ കോട്ടകള് തകരപ്പെടുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. ഇത് നമ്മൾ തിരിച്ചറിയണം. പ്രൈസലോ. യേശു ക്രിസ്തു ജീവിക്കുന്നു. യേശുക്രിസ്തു നിന്റെ പാപത്തിന്റെ പരിഹാരകനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അവൻ കാൽവരി ക്രൂശിൽ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. വിശ്വസിക്ക്. അവൻ വിശ്വസിക്കുമ്പോൾ ആമേൻ ശത്രുവിന്റെ കോട്ട അവിടെ തകരപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ശത്രുവിന്റെ തന്ത്രം എന്താണ്? സുവിശേഷം പ്രസംഗിക്കപ്പെടരുത്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ലോകത്തിന്റെ സിസ്റ്റത്തിനകത്ത് അവൻ കയറി പ്രവർത്തിക്കുന്നു. അധികാരികളിൽ കയറി പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുണ്ടാക്കുന്ന നിയമങ്ങൾ കയറി പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവന്റെ ആഗ്രഹം? സുവിശേഷം പ്രസംഗിക്കപ്പെടരുത്. എന്നാൽ ഇന്ന് പകൽക്കാലം ശത്രുവിന്റെ തന്ത്രത്തെ അറിയുന്ന ദൈവമക്കള് ആമേ തിരിച്ചറിയണം. ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റുന്നില്ല, എന്നാൽ ഞങ്ങൾക്ക് വ്യക്തിപരമായി സുവിശേഷം പറയാൻ പറ്റൂ. ഞങ്ങളുടെ സഹോദരങ്ങളോട് പറയാൻ പറ്റൂ. ഞങ്ങളുടെ സ്നേഹിതരോട് പറയാൻ പറ്റും. ഹല്ലേലൂയ. ഞങ്ങളുടെ അയൽക്കാരോട് പറയാൻ പറ്റും. അതിനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ സാഹചര്യം ദൈവം ഒരുക്കി തരുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. ലോകത്തിന്റെ സിസ്റ്റത്തിലേക്ക് അവൻ കയറി അവൻ പ്രവർത്തിക്കുക. നമ്മൾ വിചാരിക്കും പ്രൈസ് ദി ലോർഡ് ആമേൻ ഇന്ന ആളുകളൊക്കെ നമുക്ക് എതിരാ. പ്രൈസ് ദി ലോർഡ്. ഇനിയൊന്നും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാ. നമ്മൾ ആരുടെ നാമത്തിലാണ് നിൽക്കുന്നത്? കർത്താവിന്റെ നാമത്തിലാണ്. ആമേൻ. അവന് തന്ത്രങ്ങൾ മെനയാൻ അറിയുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ആശയങ്ങളെ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം ആലോചന പകർന്ന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം വഴികാട്ടി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. സത്യത്തിന് വേണ്ടി നിൽക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിനും ഈ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ ഹല്ലേലൂയ ആമേ വിശ്വാസം എന്ന പരിച എടുത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വാസം എപ്പോഴെടുത്തത്? ആമേൻ യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടം കൊണ്ട് തീരുന്നില്ല ദൈവമകളെ. ഇന്ന് പകൽക്കാലം ദുഷ്ടൻ എന്ത് ചെയ്യുക? അവന്റെ തീയമ്പുകൾ ഒളിയമ്പുകൾ എയ്തുകൊണ്ടിരിക്കുകയാ. ആമേ പ്രൈസ് ദി ലോർഡ്. ആ സാഹചര്യത്തിൽ ദൈവമക്കള് വിശ്വാസം എന്ന പരിചയം എടുക്കണം. അപ്പൊ വിശ്വാസം എപ്പോഴൊക്കെ എടുക്കേണ്ടത്? ഇവിടെ ഇരിക്കുമ്പോൾ വിശ്വാസം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. പുറത്തു പോകുമ്പോൾ വിശ്വാസം എടുക്കണം. ആ പരിചയം എപ്പോഴും നമ്മുടെ കൈവശം ഉണ്ടാകണം. ആമേ പ്രൈസ് ദി ലോർഡ്. ഇന്നും പകൽക്കാലം ദൈവമക്കളെ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ മാതാപിതാക്കൾ കൂടെ കാണത്തില്ല, നമ്മുടെ പാസ്റ്റർ കൂടെ കാണത്തില്ല, കൂട്ടുവിശ്വാസി കൂടെ കാണത്തില്ല. എന്നാൽ നിങ്ങളുടെ കൈവശം വിശ്വാസം എന്ന പരിചയം ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ വിശ്വാസം എന്ന പരിചയം കൊണ്ട് സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി. രക്ഷ എന്ന ശിരസ്ത്രം. പ്രൈസ് ദി ലോർഡ്. രക്ഷ എന്ന ശിരസ്ത്രം. ആമേൻ. ഹെൽമെറ്റ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്താ ഹെൽമെറ്റ്? യേശു തന്നെയാണ് ഞങ്ങളുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ വിശ്വസിച്ചു കർത്തൃത്വം ആമേൻ യേശുവിന് കൊടുത്തെങ്കിൽ ഗ്രീഷ്മോൻ പറഞ്ഞതുപോലെ ആമേൻ നമ്മളെല്ലാവരും പറയണം, നമ്മുടെ കർത്താവ് ആരാ? യേശുവ. ഹല്ലേലൂയ. നമ്മൾ കർത്തൃത്വം നടത്തുന്ന ആരാ? യേശുവ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിൽ ശത്രു കാണുന്നത് ആരെയാ? യേശു ക്രിസ്തുവിനെയാ. യേശു ക്രിസ്തുവിനെ ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഉയർത്താൻ ദൈവമക്കളെ കഴിയുന്നെങ്കിൽ ഒരു ശത്രുവിനോ നമ്മളെ പരാജയപ്പെടുത്തി കളയാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു കാര്യം ഉപയോഗിക്കാൻ തന്നിട്ടുണ്ട്. ആമേൻ. വചനം എന്ന വാൾ. സ്തോത്രം. ഈ വാള് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? ശത്രുവിനെ. സ്തോത്രം.
നമ്മൾ പലപ്പോഴും ഈ വാള് ശത്രുവിനെ വെട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ വാളിന് മറ്റൊരു പ്രത്യേകതയും കൊണ്ട്, മറ്റൊരു പ്രൈസലോ ഉപയോഗം കൊണ്ടുണ്ട്. എബ്രായ ലേഖനം 4:12 ഒരാൾ വായിക്കാമോ? എബ്രായ ലേഖനം 4:12. സ്തോത്രം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവാഴ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. പ്രൈസലോ. അപ്പം വചനം എന്ന വാള്, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കുത്തിക്കയറുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെയും ഭാവങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുക? അത് വിവേചിക്കുകയാണ്. പ്രൈസലോ. പ്രൈസലോ. പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. ഹല്ലേലൂയ. അവർ പറയുന്ന ഒരു കാര്യം, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രൈസലോ. ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം ഈ വചനം എന്ന വാള് വെച്ച് നമ്മൾ ശത്രുവിനെ വെട്ടാൻ വേണ്ടി നടക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ഇതാദ്യം വെട്ടേണ്ട നമ്മുടെ ഹൃദയത്തെ. പ്രൈസലോ. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഹല്ലേലൂയ ആശയങ്ങൾ ഇത് വെട്ടണം. പ്രൈസലോ. ദൈവസന്നിധി നമ്മൾ സമർപ്പിച്ച കർത്തൃത്വം കർത്താവിന് മടക്കി കൊടുത്താൽ അവിടെ വിജയം നമുക്ക്. പ്രൈസലോ. ശത്രുവിന്റെ തന്ത്രങ്ങളോട് ജയിക്കാൻ ഒരേ ഒരു കാര്യം ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുക, ഇത് നമ്മുടെ ഹൃദയത്തെ മുറിക്കാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, എന്റെ കുറവുകളെ ഒന്ന് ബോധ്യപ്പെടുത്തി തരണമേ. വ്യസനത്തിലുള്ള എന്തെങ്കിലും മാർഗം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് വചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമക്കളെ, കഴിയുന്നുവെങ്കിൽ അവിടെ ദൈവിക വിടുതലുകൾ സംഭവിക്കുമെന്ന് വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. കർത്താവിന്റെ നാമത്തില്, ദൈവശക്തിയില് സ്തോത്രം. എല്ലാ പ്രൈസലോട് ഹല്ലേലൂയ പ്രൈസലോ. സർവായുധ വർഗ്ഗം എല്ലാം ധരിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് ഈ യുദ്ധം ശ്രദ്ധിച്ചോ? പ്രൈസലോ. സൈനികരെല്ലാം അവരുടെ ഡ്രസ്സൊക്കെ ധരിച്ച് വെപ്പണൊക്കെ റെഡിയാക്കി പ്രൈസലോ ബോർഡറിലും യുദ്ധസജ്ജമായ സാഹചര്യങ്ങളിലൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. പ്രൈസലോ. യുദ്ധത്തിന് സൈനികർ യൂണിഫോം ഇട്ടത് കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? എല്ലാ പരിശീലനം ലഭിച്ചത് കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഏത് കാടും മേടും കയറിപ്പോകാൻ ശക്തിയുള്ളത് കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? യുദ്ധം ചെയ്യണമെങ്കിൽ കമാൻഡിങ് ഓഫീസറിൻ്റെ ആജ്ഞ കേൾക്കണം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥന ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. 18-ാമത്തെ വാക്യം, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രൈസലോ. ഇത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഹല്ലേലൂയ. എല്ലാം സജ്ജമാണ്. പ്രൈസലോ. എന്നാലും ഞാൻ യുദ്ധം ചെയ്യണമെങ്കിൽ നിയോഗം കർത്താവിൽ നിന്ന് പ്രാപിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. ആ നിയോഗം എങ്ങനെ പ്രാപിക്കുന്നത്? പ്രാർത്ഥനാ മുറിയിലാണ് പ്രാപിക്കുന്നത്. പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കർത്താവുമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് ആത്മീയ നിയോഗം എന്നിലേക്ക് നൽകുവാൻ ഇടവരും. പ്രൈസലോ. ആ നിയോഗത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ഒരു പക്ഷേ സാഹചര്യത്തെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലുണ്ടായ ഇമോഷനാണ് കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകാൻ എന്നെ പ്രേരിപ്പിച്ചതെങ്കിലും അവിടെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ കയറി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൂത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥന വൈകാരികമായിട്ടുള്ള ഒരു ഇമോഷണൽ കാര്യത്തിലാണ് തുടങ്ങിയതെങ്കിലും അത് ഇമോഷണൽ ആയിട്ടുള്ള വൈകാരിക തലത്തിൽ നിൽക്കേണ്ടതല്ല. ആ പ്രാർത്ഥന പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പ്രൈസലോ. ദൂത് മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? പ്രൈസലോ. ഞാനിവിടെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും
പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ആ വ്യക്തിയോടുള്ള സ്നേഹം നിമിത്തം ഒത്തിരി ആത്മഭാരം എനിക്കുണ്ടാകും, കണ്ണുനീരുണ്ടാകും, ഇമോഷണലായിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? ആമേൻ ഇന്ന വിടുതൽ ഉണ്ടാകണമെന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല നടക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം നടക്കുകയാ. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആമേ കുറച്ച് അന്യഭാഷ പറയണമെന്നല്ല, ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആത്മാവ് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആമേ പ്രാർത്ഥിക്കുന്നുവെന്ന് തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവഹിതം നടക്കുക, ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുക, ഇടവരണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ സജ്ജമാണ്, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച വിടുതൽ നടക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എല്ലായിടത്തും കയറി ഞാൻ പ്രാർത്ഥിക്കരുത്. ഞാൻ നിയോഗം ചോദിക്കണം. ആമേൻ. എൻ്റെ കർത്താവ് നിയോഗം തരുകയാണെങ്കിൽ അധികാരത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവഹിതം സംഭവിക്കും. കാരണം അതെൻ്റെ ബുദ്ധിയുടെ പ്രാർത്ഥനയല്ല, എൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രാർത്ഥനയാ. ആമേൻ, ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞ് നിർത്തട്ടെ, ഹല്ലേലൂയ. ആമേൻ. ആ 18ാമത്തെ വാക്യം, പ്രാർത്ഥനയാലും സകല പ്രാർത്ഥന. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കോൺസ്റ്റന്റ് പ്രയർ, സകല പ്രാർത്ഥന, യാചന ഏതു നേരത്തും. അപ്പം റിക്വസ്റ്റ് ഉണ്ട്, പെറ്റീഷൻ ഉണ്ട്, സ്തോത്രം, ഇൻ്റർസെഷൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ആമേ, പ്രൈസ് ദി ലോർഡ്, സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. ഇൻ്റർസെഷൻ, പ്രൈസ് ദി ലോർഡ്. റിക്വസ്റ്റ്, പെറ്റീഷൻ, ഇൻ്റർസെഷൻ, പ്രൈസ് ദി ലോർഡ്. കോൺസ്റ്റന്റ് പ്രയർ ആണ്. ആമേ, പ്രൈസ് ദി ലോർഡ്. സ്പിരിറ്റ് ഫിൽഡ്, ആമേ, സ്പിരിറ്റ് ലെഡ്, ആമേൻ, ആമേ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനായി ജാഗരിച്ചുകൊണ്ട്, വിജിലന്റ് എന്ന വാക്ക് അവിടെയുണ്ട്. വിജിലന്റ് ആയിരിക്കണം പ്രാർത്ഥന. പൂർണ്ണ സ്ഥിരത, പെർസിസ്റ്റന്റ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ സ്ഥിരതയോടെ നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല, സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന എന്ന ആ ഒരു ആത്മീയ തലത്തെ നമ്മൾ തിരിച്ചറിയുക. സ്തോത്രം. നമ്മൾ എല്ലാ രീതിയിലും സജ്ജമാണെങ്കിലും പ്രാർത്ഥനയില്ലാതെ നമുക്ക് ദൈവത്തിനോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുകയല്ല, ഒരു ഓൾ നൈറ്റ് പ്രയർ വെക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യം മാത്രമല്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ദേവദാസ് ഓർപ്പിച്ചു, പ്രാർത്ഥന നമ്മുടെ ശ്വാസോച്ഛ്വാസമാണ്. സ്തോത്രം. ഞാൻ ശ്വാസം എടുക്കുന്നു, അതുപോലെ തന്നെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരട്ടെ. ഈ പ്രാർത്ഥന കൊണ്ട് ദൈവിക നിയോഗം പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. ആമേൻ. നിയോഗത്തിനനുസരിച്ച് നിന്ന ദൈവപ്രവൃത്തി കാണാൻ പറ്റും. കണ്ണുകളടയ്ക്കാം, ശാന്തമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ട സങ്കീർത്തന ആമേ വചനങ്ങളും ഇപ്പോൾ കേട്ട വചനങ്ങളും ഒക്കെ ഒരുമിച്ച് ഒന്ന് ചേർന്ന് ധ്യാനിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൻ്റെ അകത്തൊക്കെ വെളിപ്പെടുവാൻ ആമേൻ ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചാട്ട് ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കി എതിർത്ത് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അവന് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കയറാൻ ഒരവസരവും കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ സഹായത്തോടെ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ, ഹല്ലേലൂയ, ആമേ, ശത്രുവിൻ്റെ ഏത് തീയമ്പുകളെയും കെടുത്തി കളയുവാൻ നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിൽക്കുന്നത് അവൻ്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ബലമല്ല. ഹല്ലേലൂയ. ആമേ, പ്രായാധിക്യം കൊണ്ട് ശരീരത്തിൻ്റെ ബലം ആമേ കുറഞ്ഞു പോയി എന്നിരിക്കാം. ആമേ, പഴയതുപോലെയൊന്നും നടക്കാനോ ഇരിക്കാനോ പറ്റിയില്ലെന്ന് വരാം. എന്നാൽ ശത്രുവിനോട് പോരാടുന്നത് ആമേ ദൈവത്തിൻ്റെ ശക്തിയാലാകയാൽ ഇന്ന് പകൽക്കാലവും ഏൽപ്പിച്ചു കൊടുത്ത് കൂട്ടായ്മ ബന്ധം ആചരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവശക്തിയെ പകർന്നു നൽകി കർത്താവിന് വേണ്ടി നിർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്.